ക്യാൻസർ കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നിപ്പിക്കുന്നൊരു വാക്ക്. ഈ ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സിംറ്റംസ് കാണിക്കുമ്പോൾ നമ്മളതിന് വേണ്ട ഇവാലുവേഷൻ ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്? ഈ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്താണ്? ഇപ്പം ക്യാൻസറിനെ നശിപ്പിക്കാനായിട്ട്, ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ നമുക്കിപ്പോൾ ഒരു റൂമിലുള്ളവരെ എല്ലാവരെയും പുറത്താക്കണമെന്ന് വിചാരിക്കുക. അവരെല്ലാവരെയും വെടിവെച്ച് കൊല്ലണമെന്നില്ല. അവരെ എല്ലാവരെയും കഴുത്തിന് തള്ളി പുറത്താക്കണമെന്നില്ല. പകരം നമുക്ക് ആ ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തെന്നാൽ, ആ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കതകും ജനലുകളും എല്ലാം അങ്ങ് അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും വേണ്ട സന്ദേശം കിട്ടും. അവർ പതുക്കെ അങ്ങ് ഇറങ്ങി പുറത്തു പോകും. ഇതുപോലെ ക്യാൻസർ സെൽസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ, അല്ലെങ്കിൽ അവരെ പുറത്താക്കാനായിട്ടുള്ള വളരെ നാച്ചുറലായിട്ടുള്ളൊരു മാർഗമുണ്ട്. അതെന്താണ് എന്നുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. ആദ്യമേ തന്നെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ: അനിയന്ത്രിതമായ പനി, അതായത് നാളുകളായിട്ട് വളരെ കടുത്ത രീതിയിലുള്ള പനി, എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതേപോലെ വെയിറ്റ് കുറഞ്ഞു പോവുക, വണ്ണം. ഇപ്പം നമുക്ക് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ്, നമ്മൾ വേണമെന്ന് വിചാരിച്ച് ഡയറ്റ് ചെയ്തിട്ടോ എക്സസൈസ് ചെയ്തിട്ടോ ഒന്നുമല്ല, ഒരു കാര്യവും ഇല്ലാതെ 5 കിലോ 10 കിലോ ഒക്കെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നഷ്ടപ്പെടുക. എപ്പോഴും ഫുള്ളാണ് എന്നൊരു തോന്നുക, അതായത് അനോറെക്സിയ, നമുക്ക് ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല. എപ്പോഴും നമ്മൾ വയറ് ഫുള്ളാണ്, അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് തോന്നുന്നേ ഇല്ല എന്നുള്ളൊരവസ്ഥ. നമുക്ക് അവിടെ ഇവിടെയായിട്ട് പല സ്വെല്ലിങ്, പല മുഴകൾ ഉണ്ടാവുക. ഏറ്റവും പ്രധാനമായിട്ടും ഈ ലിംഫ് നോഡ്, കഴലകൾ എന്ന് പറയുന്ന കഴുത്തിൻ്റെ അവിടെ, അല്ലെങ്കിൽ കഷത്തിൽ, നമ്മുടെ തുടയിടുക്കുകളിൽ, മറ്റ് ഈ ചെവിയുടെ പുറകിലായിട്ട് ഒക്കെ എന്തെങ്കിലും മുഴകളായിട്ട് വരിക. അവിടെ എന്തെങ്കിലും വീക്കോ അല്ലെങ്കിൽ വേദനകളോ ഉണ്ടാവുക. പിന്നെ ഓരോ തരത്തിലുള്ള ക്യാൻസറിനും ഓരോ ലക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ തൈറോയിഡിൻ്റെ ക്യാൻസറിന് അവിടെ മുഴകളായിട്ട്, നോഡ്യൂളായിട്ട് വരാം. അപ്പോൾ പലപ്പോഴും പല ക്യാൻസറുകളും നമ്മൾ തുടക്കത്തിൽ തന്നെ സ്വെല്ലിംഗ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അത് ചികിത്സിച്ചെന്നാൽ ക്യാൻസറസ് ആകാതെ മാറാനായിട്ട് നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ ഒരു സെല്ലിന്, ഒരു കോശത്തിന്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിന് ഭ്രാന്ത് പിടിച്ചതുപോലെ പെറ്റുപെരുകയാണ്. അത് അൺകൺട്രോൾഡ് പ്രോലിഫറേഷൻ ഓഫ് സെൽസ് എന്നാണ് നമ്മൾ നിയോപ്ലാസം എന്ന ടെർമിനോളജിയിൽ വിശേഷിപ്പിക്കുക. ക്യാൻസറിൻ്റെ മെഡിക്കൽ ടെർമിനോളജിയാണ് ഈ നിയോപ്ലാസം, അല്ലെങ്കിൽ മലിഗ്നൻസി എന്നൊക്കെ പറയുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്വെല്ലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അതിൻ്റെ ബയോപ്സി, അല്ലെങ്കിൽ മിനിമം ഒരു FNAC ടെസ്റ്റിംഗ് ചെയ്യുക, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്ന ടെസ്റ്റ്. അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ, നമ്മുടെ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ പറയാൻ മടിയാണ്. അപ്പോൾ അവരുടെ ബ്രസ്റ്റിൽ എന്തെങ്കിലും നൊഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മക്കളോടെങ്കിലും അത് തുറന്ന് പറയുകയോ, അല്ലെങ്കിൽ മക്കൾ ഇടയ്ക്ക് ചോദിച്ചിട്ടാണെങ്കിലും മനസ്സിലാക്കുക. അപ്പം അവർ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ ബ്രസ്റ്റിലൊരു നൊഡ്യൂളായിട്ടോ സ്വെല്ലിംഗ് ആയിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിന് വേണ്ട പരിശോധനകൾ ചെയ്യണം. അതുപോലെ ബ്ലീഡിങ്, അത് ഏതെങ്കിലും ഒരു നാച്ചുറൽ ഓറിഫിസിൽ നിന്ന്, ചിലപ്പം മൂക്കിലൂടെ ബ്ലഡ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ കഫത്തിൻ്റെ കൂടെ ചോരമയം കാണുന്നതാവാം. വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലീഡിങ് ആയിട്ട് ഉണ്ടാവുക. സ്ത്രീകൾക്കാണെങ്കിൽ വജൈനൽ ബ്ലീഡിങ്, പീരീഡ്സിൻ്റെ സമയം അല്ലെങ്കിൽ പോലും ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക. പീരീഡ്സിൻ്റെ സമയത്ത് 5, 6, 7 ദിവസമൊക്കെ ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, തുടങ്ങിയുള്ള പ്രശ്നങ്ങളുണ്ടാവുക. വൈറസ് സംബന്ധമായിട്ടുള്ള ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ്, അല്ലെങ്കിൽ യൂറിനറി സിംറ്റംസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ടാവുക. യൂട്രസിൻ്റെ അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ക്യാൻസർ, അല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസർ, CA സെർവിക്സ്, ഇതിനെല്ലാം പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്ത് കണ്ടെന്നാലും നിങ്ങൾക്ക് ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കാവുന്ന ഒരു ഡോക്ടറിനെ കണ്ടെത്തി അതിന് വേണ്ട ഇവാലുവേഷൻ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾക്കൊന്നും വലിയ പൈസ ആകുന്നതല്ല. അപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാനായിട്ട് കൂടിപ്പോയെന്നാൽ 800 രൂപയാവത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഇങ്ങനെയുള്ള ക്യാൻസറിൻ്റെ എന്തെങ്കിലും തുടക്കമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് അവനെ നമുക്ക് പുറത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ബ്രെയിനിൽ ക്യാൻസർ ഉണ്ടാകുമ്പോഴേക്കും, എന്തെങ്കിലും ബ്രെയിൻ ട്യൂമറായിട്ട് ഉണ്ടാകുമ്പോഴേക്കും
നമുക്ക് തലവേദന, തലകറക്കം, ക്ഷീണം, ആളുടെ മെൻ്റൽ സ്റ്റേറ്റസ് തന്നെ മാറുന്ന, ക്യാരക്ടർ മാറുന്ന രീതിയിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കുക, അതുപോലുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ പോലും ഇതിൻ്റെ തുടക്ക ലക്ഷണങ്ങളായിട്ട് ചിലപ്പോൾ കാണാറുണ്ട്. അപ്പം ക്യാരക്ടർ മാറുന്ന ഒരു രീതിയിൽ, അതായത് ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടുന്ന രീതിയിൽ, നമ്മുടെ സ്കള്ളിനുള്ളിലുള്ള പ്രഷർ കൂടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ലീഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സിംറ്റം ആയിരിക്കും. അതുപോലെ ലങ് ക്യാൻസർ ആണെങ്കിൽ ലങ്സിനിടയിലുള്ള സ്പേസാണ് മീഡിയാസ്റ്റൈനം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ക്യാൻസറുകളാണ് പലപ്പോഴും ലിംഫോമ, സെമിനോമ തുടങ്ങിയ ക്യാൻസറുകളൊക്കെ. അപ്പോൾ പല സെലിബ്രിറ്റീസും യുവരാജ് സിംഗിനെ പോലെ, മമത മോഹൻദാസ് എന്ന നടിയെപ്പോലെ ഒക്കെ പല ആൾക്കാരും ഇങ്ങനെയുള്ള ക്യാൻസറിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തി പ്രാപിച്ച് ജീവിതത്തിലേക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് സിംറ്റംസ് ഉണ്ടായെന്നാലും നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുന്നതിനോ, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഏറിപ്പോയെന്നാൽ ഒരു CT സ്കാൻ ചെയ്ത് നോക്കുന്നതിനോ ഒന്നും ഒരുപാട് പൈസ ചിലവാക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ എന്തെങ്കിലും സംശയകരമായിട്ട് കണ്ടെന്നാൽ മാത്രമേ പെറ്റ് സ്കാൻ എന്ന്